മട്ടാഞ്ചേരി MK രാഘവൻ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. പല സ്ഥലത്തും ടാർ പൂർണ്ണമായും പോയതോടെ വാഹന ഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹമായി. ഇലക്ഷൻ ബഹിഷ്കരിക്കണം ഉൾപ്പെടെയുള്ള പ്രതിഷേധ മാർഗങ്ങൾ സ്വീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ഇവിടെയുള്ള ജനങ്ങൾ. നമ്മൾ ഈ റോഡിനെ കുറിച്ചാണ് കുട്ടിക്ക് ഇങ്ങനെ പിച്ച് വന്നിട്ട് പോലും ഒരു ഓട്ടോക്കാരൻ വിളിച്ചാൽ ഇങ്ങോട്ട് വരൂല. അത്ര ഒരു അവസ്ഥയാണ് ഈ റോഡിന്റെ അവസ്ഥ. പക്ഷേ ഈ ദുരിതവും കണ്ണീരും ഒന്നും അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നതേയില്ല. അവർ അതിന് ചെവി കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ നമ്മൾ എഞ്ചിനും തവിട് പൊടി. താമരശ്ശേരി ചുരത്തിൽ കൂടെ പപ്പു അമ്മാവണ്ടി ഓടിച്ചിട്ട് പറഞ്ഞ കാര്യമല്ല ഇത്. കൊച്ചിയിലെ ചില റോഡുകളുടെ അവസ്ഥയാണ്. ഇത് കൊല്ലം 10-15 കൊല്ലം. ഇപ്പോൾ നോക്കിയാലും വെള്ളമാണ്, ഫുൾ വെള്ളമാണ്. ഒരുപാട് നാളുകളായി ഇങ്ങനെ കിടക്കുന്നത്. നരകം എന്നാണ് ഓട്ടോക്കാർ പറയണത്. ഏറ്റവും ദുരിതം ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാർക്കാണ്. റോഡിന്റെ ഇങ്ങനെ കട്ടറും വെള്ളവും മറ്റേ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ബൈക്കുകാരാന്നുണ്ടെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഈ റോഡും ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാലൊക്കെ റോഡ് കംപ്ലൈന്റ് ആണ്. ഇപ്പം കഴിഞ്ഞ മഴയ്ക്ക് ഞാൻ ആ കുഴിയിൽ വീണു, കാലൊക്കെ പൊട്ടി. ആരോടാ പറയാ, അരയ്ക്ക് വെള്ളമായിരിക്കും ആ റോഡ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇതൊന്നും ഇവിടെയുള്ള ബന്ധപ്പെട്ടവർ ഇതൊന്നും അറിയണില്ല. മഴയുടെ അവസ്ഥ ഭയങ്കര ധാരണം. വണ്ടി വന്നാൽ ഇപ്പോൾ തീറ്റി വീണാണ്. രാത്രി വന്നാൽ ഈ കുഴികളിലുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം പോകണമില്ല അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട്. അങ്ങനെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ. പലവട്ടം പറയുകയും കൂടി ചെയ്തായിരുന്നു. കാരണം മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വെള്ളം പോകാൻ വേറെ വഴിയൊന്നുമില്ല. കാണാനായിക്കോട്ടെ എടുത്ത് ക്ലീൻ ആക്കിയിട്ട്, എൻ്റെ അറിവിൽ ഇപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഒരു 5-6 കൊല്ലത്തിന് കൂടുതലായി. മഴ പെയ്താൽ ഇവിടെ വെള്ളപ്പൊക്കം ഉറപ്പാണ്. സ്ഥിരം അപകടങ്ങൾ കണ്ട് ഇവരുടെ മനസ്സും മടുത്തു. അതുകൊണ്ട് എല്ലാവർക്കും പറയാനുള്ളത് ഒരേ കാര്യമാണ്. വർഷങ്ങളോളമായി വണ്ടി പോലും ഓടിക്കാൻ പറ്റുന്നില്ല. നമ്മളെ വണ്ടിയെ കൂടെ ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നോക്കിയാൽ ഭയങ്കര മോശമായി കിടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം കാണണം. നമ്മൾ പലരോടും കംപ്ലൈൻറ്റ് ചെയ്തു, പക്ഷെ ഒന്നും തന്നെ നടക്കുന്നില്ല. ഒന്നും തന്നെ ഇല്ല. എപ്പോൾ നോക്കിയാലും വെള്ളമാണ്, ഫുൾ വെള്ളമാണ്. വീടിൻ്റെ അടുത്ത് വരെ ഫുൾ വെള്ളമാണ്. എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്നൊരു അഭ്യർത്ഥന എല്ലാവരുടെയും വഴികൂടി. ഒന്നും നല്ല മഴ പെയ്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഈ വെള്ളത്തിൽ കൂടി നടക്കുമ്പോൾ തവള വരും, എന്തൊക്കെ വരും നമുക്ക് അറിയാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂളുകളും കോളേജുകളും ആശുപത്രിയും ഒക്കെയുള്ള പ്രദേശമാണ്. അവിടെയാണ് ഈ റോഡ് ഇത്തരത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. എത്രയും പെട്ടെന്ന് നന്നാക്കിയില്ലെന്നുണ്ടെങ്കിലും ഒന്നാമത് ആക്സിഡന്റ് ഉണ്ടാവും. വണ്ടികളൊന്നും മര്യാദക്ക് പോകാൻ പറ്റില്ല. വണ്ടികൾ നമ്മൾ കംപ്ലൈൻ്റ് ആണ് വണ്ടികളൊക്കെ. സ്കൂൾ പിള്ളേർക്കാണ് ഏറ്റവും കൂടുതലും അപകടങ്ങൾ. ഈ മഴക്കാലത്ത് ഈ നമ്മുടെ ഗട്ടറൊന്നും കാണുന്നില്ലല്ലോ. കുട്ടികൾ അതിൽ സൈക്കിൾ കൊണ്ട് വന്ന് വീണ് കൈയെല്ലാം ഓടി പതിവ് കാഴ്ചയാണ്. കൊച്ചിയിലെ ഉൾപ്രദേശങ്ങളിലെ പല റോഡുകളുടെയും അവസ്ഥ ഇതാണ്. വഴിമാറി നടക്കാൻ 100 വഴികളുള്ളവർക്ക് ഒരു വഴിയുമില്ലാത്തവരുടെ ദുരിതം കാണാൻ എവിടെയാണ് നേരം? ക്യാമറ പേഴ്സൺ വിജേഷ് നെല്ലിക്കലിനൊപ്പം എബി ജോൺ തോമസ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.